കന്നിപ്രസവം നാത്തുൻ്റെ കന്നിപ്രസവം പോറ്റില്ലേ. നാത്തുൻ്റെ കന്നിപ്രസവം പോയില്ലേ. അങ്ങനെ നാത്തൂന് അടുത്ത വീട്ടിലെ ചേട്ടൻ വന്നു നാത്തൂൻ്റെ പ്രസവം നോക്കി. അടുത്ത വീട്ടിൽ ചേട്ടൻ വന്നു പൊളയെടുത്ത് കന്നിപ്രസവം പോയില്ലേ. നാത്തൂൻ്റെ കന്നിപ്രസവം പോയില്ലേ. അങ്ങനെ നിൽക്കണ ചക്കക്കോരൻ ചേട്ടൻ വന്നു. എന്താ മോളെ നീ വിഷമിച്ചിരിക്കുന്നത്? കൂട്ടിനൊരാളില്ല. ഞാൻ വന്നിടാം. നമ്മക്ക് ഒന്നിച്ച് കൂടിക്കളിക്കാം. താലോലിക്കാൻ ഓമന പൈങ്കിടാവിൻ്റെ താളത്തിൽ തുള്ളിക്കളിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഓരൻ ചേട്ടൻ പറഞ്ഞു അവളെ വിളിച്ചിട്ടാണ് വന്നത്, തീരെ സുഖമില്ലാന്ന്. ദുബായ് പാട്ടിൻ്റെ കത്തിൻ്റെ പോലെ മണമുള്ള അത്തറ് പൂശി. ദുബായ് പാട്ടിൻ്റെ മണമുള്ള അത്തറ് പൂശി. കോരൻ ചേട്ടനും അത്തറ് പൂശി. അവൾക്കുമില്ലേ വികാര ജീവിതങ്ങൾ. അവർക്കുമില്ലേ വികാര ജീവിതങ്ങൾ. പാടിയോലഞ്ഞൊന്നു തെങ്ങങ്കോലകളാടി മറഞ്ഞെന്ന പോലെ അവൾക്കും ഇല്ലേ ആഗ്രഹങ്ങൾ. പാടി മറന്നു കൂടാ നമ്മൾ. നാത്തൂമാരെ പോരെടുക്കല്ലേ. നാത്തൂമാരെ കണ്ണിലും എണ്ണിലും പോരെടുക്കല്ലേ. നാത്തൂമാരെ പാട്ടല്ലേ. പാട്ടല്ലേ നീ കേട്ടതോ? അങ്ങനെ വടിവാളും പരിചയമെടുത്തു ചേട്ടൻ. അങ്ങനെ അമ്മായിമ്മ പോരും തളച്ചു വളർന്നു. ആതിരമാതിര മഴ പോലെ പെട്ടുന്നു തളരുന്നു ചങ്കിലെ. കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അമ്മായിമ്മയ്ക്ക്. അമ്മായിമ്മ വന്ന് മരുമോനെ ഊതിക്കൊടുത്തു. പരദൂഷണം ഊതിക്കൊടുത്തു. അപ്പോളാണ് കോരൻ ചേട്ടൻ വന്ന് എന്താണ് സംഭവിച്ചത്. അപ്പോൾ കോരൻ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ മോള് ശരിയല്ല കോരപ്പൻ ചേട്ടാ. അങ്ങനെ കോരപ്പൻ ചേട്ടൻ പറഞ്ഞു. വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് കൊണ്ടുപോയത്. ഗർഭത്തിനുത്തരവാദി ഞാനല്ലാന്ന് കോരപ്പൻ ചേട്ടൻ പറഞ്ഞു. കണ്ടവരുണ്ടോ?
ആ ഛർദിയും തലവേദനയും കണ്ടപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു, എന്താ മോളെ ഛർദിക്കുന്നത്? മരുളോട് ചോദിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ മരുള് പറഞ്ഞു, തിന്നിട്ട് ഛർദിക്കാൻ വന്നതാണ്. ദഹനം പോലെ എന്തോരു ദഹനം കേട്.